ആദ്യ സമ്മേളനത്തിൽ തന്നെ വിഭാഗീയതയ്ക്കെതിരെ വടിയെടുത്ത CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള 4 ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഒഴിവാക്കി. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ആദ്യ ജില്ലാ സമ്മേളനം കൊല്ലത്ത് സമാപിച്ചപ്പോൾ പ്രമുഖ നേതാവിനെ അടക്കം ഒഴിവാക്കി CPM. വിഭാഗീയതയ്ക്കെതിരെ വടിയെടുത്തു കഴിഞ്ഞു. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള 4 ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പുതിയ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് CPM നേതൃത്വം ശക്തമായ താക്കീത് നൽകുന്നത്. പ്രമുഖ നേതാവ് PR വസന്തനും ഒഴിവാക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നേതാവാണ് എല്ലാത്തിൻ്റെയും അവസാന വാക്കെന്ന് ധരിക്കരുത് എന്നായിരുന്നു സമാപന സമ്മേളനത്തിലെ MV ഗോവിന്ദന്റെ മുന്നറിയിപ്പ്. എസ് സുദേവനെ രണ്ടാമതും ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. കരുനാഗപ്പള്ളി വിഷയത്തിലടക്കം നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നെങ്കിലും സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്ന ജില്ലയിൽ സെക്രട്ടറിയെ മാറ്റേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. പാർട്ടിയെ ഒന്നാകെ നാണം കെടുത്തിയ കരുനാഗപ്പള്ളിയിലെ തമ്മിലടിയിൽ രൂക്ഷ വിമർശനമാണ് CPM ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത്. പ്രശ്നം പരിഹരിക്കുന്നതിൽ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടെന്ന് കുറ്റപ്പെടുത്തലുണ്ടായി. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരാളെ പോലും പുതിയ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെയാണ് വിഭാഗീയതയ്ക്ക് ജില്ലാ സമ്മേളനം മറുപടി കൊടുത്തത്. ജില്ലാ കമ്മിറ്റി അംഗം PR വസന്തനും സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടിയും തമ്മിലുള്ള ചേരിപ്പോരാണ് എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണമെന്നായിരുന്നു വിമർശനം. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PR വസന്തൻ, PK ബാലചന്ദ്രൻ, C രാധാമണി, B ഗോപൻ എന്നീ 4 നേതാക്കളെയാണ് പുതിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത്. നേതാവാണ് എല്ലാത്തിൻ്റെ അവസാന വാക്കെന്ന് ധരിക്കരുതെന്നും ജനങ്ങളാണ് അവസാന വാക്കെന്നും തെറ്റായ ഒരു പ്രവണതയും പാർട്ടി വെച്ചു പൊറുപ്പിക്കില്ലെന്നും MV ഗോവിന്ദൻ സമാപന സമ്മേളനത്തിൽ പറഞ്ഞു. കൊട്ടിയം ധവളക്കുഴിയിൽ 3 ദിവസങ്ങളിലായി നടന്ന സമ്മേളനം സമാപിക്കുമ്പോൾ അടുത്ത വരുന്ന ജില്ലാ സമ്മേളനങ്ങൾക്കുള്ള താക്കീത് കൂടിയായി ഇത് മാറിയിട്ടുണ്ട്. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 4 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 44 പേരെയാണ് തെരഞ്ഞെടുത്തത്. സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോം, കൊട്ടാരക്കര മുൻ MLA ഐഷ പോറ്റി എന്നിവർ അടക്കം 9 പേരെ ഒഴിവാക്കി. 2 ഒഴിവിലേക്ക് പിന്നീട് അംഗങ്ങളെ നിശ്ചയിക്കും.